സോ ഗായ്സ്, നിങ്ങൾ കടയിൽ ചെന്ന് പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ടൈമിൽ എത്തരത്തിലുള്ള സ്മാർട്ട് ഫോണാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? നമ്മളിൽ ഭൂരിഭാഗം പേരും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാൻ പറ്റിയ, എന്നാൽ നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല ഡിസ്പ്ലേ, നല്ല മീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്ന ഫോണുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഏത് ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതെ, നമ്മുടെ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം ഉണ്ട്, അതായത് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ ഫോണിന്റെ വെയിറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 5000 അല്ലെങ്കിൽ 6000 mAh ബാറ്ററി ഒക്കെ ഉള്ള സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കുമ്പോൾ പല സമയത്തും അത് വളരെ ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലേക്ക് പുതുതായിട്ട് കയറി വന്നൊരു ബാറ്ററി ടെക്നോളജിയാണ് സിലിക്കൺ കാർബൺ ബാറ്ററികൾ. അതായത് ഇതുവരെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ യൂസ് ചെയ്തിരുന്നത് മെയിനായിട്ടും ലിഥിയം അയൺ ബാറ്ററികളായിരുന്നു. സോ ഈ സിലിക്കൺ കാർബൺ ബാറ്ററികൾ വന്നതിൽ പിന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലുണ്ടായ ഗുണങ്ങളും അതേപോലെ ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. ഈ സിലിക്കൺ കാർബൺ ബാറ്ററി കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഇത് ഏതോ പുതിയ രീതിയിലുള്ള ടെക്നോളജിയാണ്, ഇതുവരെയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഭവമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ആക്ച്വലി സിലിക്കൺ കാർബൺ ബാറ്ററികൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയിലെ കാഥോഡ് എന്ന് പറയുന്നത് ലിഥിയമാണ്, അത് സിലിക്കൺ കാർബൺ ബാറ്ററിയിലും സെയിം ആണ്. എന്നാൽ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ആനോഡിലാണ്. അതായത് നമ്മുടെ സിലിക്കൺ കാർബൺ ബാറ്ററിയുടെ ആനോഡ് യൂസ് ചെയ്യുന്നത് സിലിക്കൺ കാർബണിന്റെ ഒരു മിക്സ്ചർ ആണ്. എന്നാൽ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററികളിൽ ഗ്രാഫൈറ്റ് റോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി ഹോൾഡിങ്ങിലാണ്. അതായത് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററികൾ, നോർമൽ ലിഥിയം അയൺ ബാറ്ററികൾ, അതായത് ഗ്രാഫൈറ്റ് റോഡ് ആനോഡ് ആയിട്ടുള്ള ബാറ്ററികൾ നമുക്ക് 372 മില്ലി ആംപിയർ ആണ് 1 ഗ്രാമിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നമ്മളുടെ സിലിക്കൺ കാർബൺ ആനോഡ് ആയിട്ട് വരുന്ന ബാറ്ററികൾ നമുക്ക് 470 ഗ്രാം പെർ ഗ്രാം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു 10 ഗ്രാം ഈ രണ്ട് ബാറ്ററികൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 3720 mAh ആണ് വരുന്നതെങ്കിൽ അടുത്തത് 4700 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇവ രണ്ടും തമ്മിൽ തന്നെ വലിയ അന്തരമുണ്ട്. അതായത് സെയിം ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് സിലിക്കൺ കാർബൺ ബാറ്ററികൾ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നു. ഇതാണ് സിലിക്കൺ കാർബൺ ബാറ്ററികൾക്ക് ലിഥിയം അയൺ ബാറ്ററികൾക്ക് മേലുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. സോ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, എന്നാൽ നമുക്ക് ഈ സിലിക്കൺ കാർബൺ ബാറ്ററികൾ മാത്രം പോലെ ഈ ലിഥിയം അയൺ ബാറ്ററി കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കൂടെ എന്ന്. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിക്കൺ കാർബൺ ബാറ്ററികൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മുടെ സിലിക്കൺ കാർബൺ ബാറ്ററികൾ ചാർജ് ചെയ്യുന്ന വേളയിൽ അത് എക്സ്പാൻഡ് ആകുകയും അതുപോലെ തന്നെ അത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അത് ഷ്രിങ്ക് ആയി പോവുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ലോങ് ടൈം യൂസ് ഈ സിലിക്കൺ കാർബൺ ബാറ്ററികൾ അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ 2-3 വർഷമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ സിലിക്കൺ കാർബൺ ബാറ്ററി കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോകാനുള്ള ചാൻസുകളുണ്ട്. എന്നാൽ ലിഥിയം അയൺ ബാറ്ററിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് കമ്പനികളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ സിലിക്കൺ കാർബൺ ബാറ്ററികൾ അവരുടെ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുകയും എന്നാൽ കാലാനുസൃതമായി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് പക്കായിട്ട് കുറഞ്ഞു പോവുകയും ഈ കൺസ്യൂമേഴ്സ് വീണ്ടും വർഷാവർഷം പുതിയ ഫോൺ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇത് കമ്പനികളെ സംബന്ധിച്ചൊരു വലിയ അഡ്വാൻറ്റേജ് ആണെങ്കിലും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ ഡിസഡ്വാൻറ്റേജ് ആണ്. സോ സിലിക്കൺ കാർബൺ ബാറ്ററികൾ, ലിഥിയം അയൺ ബാറ്ററികൾ ഇവ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി സിലിക്കൺ കാർബൺ ബാറ്ററികൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുപുറത്ത് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോയിൽ കാണാൻ ദീക്ഷ മിസ്റ്റർ DNV സൈനിങ് ഔട്ട്.